ഫാബ്സ് ഓൺ വീൽസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും, ഞാനിപ്പോൾ വീട്ടിലാണ്. ശരിക്കും ഇന്ന് നമ്മൾ ചെയ്യുന്നത് ട്രാവൽ വീഡിയോ അല്ലെങ്കിൽ ഒരു വ്ളോഗിങ് വീഡിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല, ഓട്ടോമോട്ടീവ് അങ്ങനെയുള്ള റിവ്യൂസോ കാര്യങ്ങളൊന്നുമല്ല. ഇന്ന് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഗിംബൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മോസാഗിനി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും നമ്മുടെ അതുപോലെ തന്നെ റിവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് സ്റ്റെബിലൈസേഷൻ്റെ ചെറിയ പ്രോബ്ലംസ് ഉള്ള കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ഗിംബൽ വാങ്ങിച്ചു. അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു കട്ട ഫാൻ, ഫാബ്സ് ഓൺ വീൽസിൻ്റെ ഒരു കട്ട ഫാനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പരിചയപ്പെടുത്താം. വേറെ ആരുമല്ല, അമ്മയാണ്. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അമ്മയാണ്. അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനായിട്ടുണ്ട്. എന്താ അമ്മ പറയാനുള്ളത്? അമ്മയ്ക്ക് ഫാബ്സ് ഓൺ വീൽസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എൻ്റെ മകൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത് എല്ലാ അമ്മ ഭയങ്കര പ്രൊഫഷണലായിട്ടൊന്നും പറയണ്ട, അല്ലാതെ പറയാനുള്ളത് പറഞ്ഞാൽ മതി. അമ്മയ്ക്ക് ഭയങ്കര ചിരിയാണ്. ശരിക്കും ഈ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ സമയത്തൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർ അമ്മയോട് ചോദിക്കും, ബൈക്കിൽ അങ്ങനെ ഇങ്ങനെ ദൂരത്തൊക്കെ പോകുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാം. അമ്മയ്ക്ക് ക്യാമറ ഫേസ് ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. പിന്നെ എൻ്റെ കൂടെ വീഡിയോയിൽ ആൾക്ക് പക്ഷേ വീഡിയോ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം. അമ്മ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രേക്ഷകർ കാണുക, സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ പറയാൻ. ക്ലിക്ക് ശരിക്കും നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ ഒരു പാഷൻ്റെ ഭാഗത്താണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതും ട്രാവൽ ചെയ്യുന്നതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എനിക്ക് നിങ്ങളെ അമ്മയൊന്നും പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഈ വീഡിയോയിൽ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മയുടെ പാർട്ട് അതാണ്. അപ്പോൾ ഇനിയുള്ള യാത്രകളിൽ അല്ലെങ്കിൽ കുറേ കാലം ആയിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലും പോകണമെന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വരുന്ന ഫാമിലി ട്രിപ്പുകളിലും കാര്യങ്ങളൊക്കെ ഞാൻ ഉറപ്പായിട്ട് ഞാൻ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള യാത്രയിലൊക്കെ ഉറപ്പായിട്ട് ഞാൻ അമ്മയും കൂടെ പാർട്ടാക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ബാക്കി ഉള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് കടക്കാം. നമുക്ക് അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. സോ അപ്പോൾ ഇതാണ് നമ്മുടെ മോസാ മിനിയുടെ ഗിംബൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബോക്സിങ് എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ അൺബോക്സ് ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ ഒരു അൺബോക്സിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടി. വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഫോൾഡബിൾ ഡിസൈൻ, ഒബ്ജക്റ്റ് ട്രാക്കിംഗ്, ഫോൺ ക്യാമറ കൺട്രോൾ, പോർട്രേറ്റ് മോഡ്, 1 ബട്ടൺ സൂം, ഈസി ടു ബാലൻസ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വേറെ കാര്യം എന്ന് വെച്ചാൽ മിനി SC, മിനി ട്രൈപോഡ്, ചാർജ് കേബിൾ, ക്യാമറ കൺട്രോൾ കേബിൾ, സ്റ്റോറേജ് പൗച്ച്, യൂസർ മാനുവൽ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പാക്കിംഗ് ലിസ്റ്റിൽ നമുക്ക് ഉണ്ട്. ഇനി നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഓക്കെ, വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു പാക്കിംഗ് തന്നെയാണ്. ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇതിനകത്ത് നോർമലി ഉള്ള കാര്യങ്ങളായിട്ടുള്ള ഇതിൻ്റെ ഒരു പൗച്ചും കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. QR കോഡ് കൊടുത്തിട്ടുണ്ട്, വി മേക്കർ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മാനുവൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ അത്യാവശ്യം ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നോക്കി കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നീട് നമുക്ക് അതിൻ്റെ തന്നെ സെയിം പേപ്പേഴ്സൊക്കെ ഇതിൻ്റെ ഒരു ഡയറക്ഷൻ, സൈഡ് ആംഗിൾ ലോക്ക്, ദ റൈറ്റ്, റൊട്ടേറ്റർ, ഗിംബൽ, ക്ലോക്ക് വൈസ്, അങ്ങനെ ഓരോ 1 2 3 4 ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസിന് വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഇത്രയും 3 4 ടൈപ്പായിട്ടുള്ള മോഡുകൾ ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നീട് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ചാർജ് കേബിളാണ്. ഒരു USB-C ടൈപ്പ് വരുന്നൊരു ചാർജ് കേബിളാണ്. പിന്നീട് നമുക്ക് ഇതിനകത്തൊരു പൗച്ച് കാണാം. ഒരു പൗച്ചുണ്ട്. നമുക്ക് മോസാബിനി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന വളരെ നല്ല രീതിയിലുള്ളൊരു പൗച്ച് നമുക്ക് കാണാം. ഒരു ലോങ്ങായിട്ട് പൗച്ച്, അത് നമുക്ക് ഇട്ടിരിക്കാം. ഒരു സിൽക്ക ഷെല്ലുണ്ട്, അത് യൂഷ്വലി എല്ലാത്തിലും ഉള്ളതാണ്. പിന്നീട് വരുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു ഇതിൻ്റെ കൂടെ നമുക്കൊരു ട്രൈപോഡായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രൈപോഡ് നമുക്ക് വരുന്നുണ്ട്. അത് ഒരു നല്ല കാര്യം തന്നെയാണ്. ട്രൈപോഡ് വരിക്കട്ടെ. സോ അപ്പം നമ്മുടെ സംഭവം കയ്യിലോട്ട് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ മോസാജിനി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ട്രൈപോഡ്. അപ്പോൾ നമുക്കിതിനകത്ത് ഇതെങ്ങനെയാണ് ലോക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ലോക്ക് ഉണ്ടാവും. ഈ ലോക്ക് നമ്മൾ ഇവിടുന്ന് ഹോൾഡ് ചെയ്യുക. ഇവിടുന്ന് നമ്മളപ്പോൾ ഇനി ഇതിൻ്റെ ലോക്ക് അഴിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഊരിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഗിംബൽ നമുക്ക് ഓക്കെ ആവും. അതിനുശേഷം നമ്മൾ ഫോൺ എടുത്ത് ഗിംബലിൽ ഇവിടെ വെച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇത് ഓൺ ആക്കാനായിട്ട് പറ്റുക. അല്ലെങ്കിൽ ഇതിൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഫോൺ എടുത്തതിന് ശേഷം നിങ്ങൾ ഗിംബൽ ഓണാക്കുക. നമ്മൾ ഫോൺ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ഫോൺ വെച്ചതിന് ശേഷം തന്നെ ഇവിടെ നിന്ന് ഈ ലോക്കൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു റെഡ് ബട്ടൺ, ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്ക് ക്യാമറ ഇപ്പോൾ ഓണിലാണ്. പിന്നെ ശേഷം നമുക്കിങ്ങനെ ഇതേ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും.
പിന്നീട് നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ മോഡ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറയുടെ ആയാലും ഇൻസെപ്ഷൻ മോഡായാലും നമുക്ക് വീഡിയോ മോഡായാലും ഓരോ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി തന്നെ നിങ്ങൾക്ക് ക്യാമറ ഗിംബലുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു ആപ്പുണ്ട്. മോസ മിനി എന്ന് പറയുന്ന ഒരു ആപ്പ് ഇതിലുണ്ട്. അപ്പോൾ ആ ആപ്പ് നമ്മൾ നമ്മുടെ ഈ ഗിംബലുമായിട്ട് പെയർ ചെയ്യുക. ബ്ലൂടൂത്ത് വഴി നിങ്ങൾക്ക് പെയർ ചെയ്യാവുന്നതാണ്. പെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഗിംബൽ ആക്ടിവേറ്റ് ആയതിനു ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ ഹൊറിസോണ്ടലായിട്ടുള്ളതും വെർട്ടിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നീട് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൊറിസോണ്ടൽ മാത്രമല്ല, കുറച്ച് നമുക്ക് ടൈം ലാപ്സ് അതുപോലെ തന്നെ ഹൈപ്പർ ലാപ്സ് അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെയാണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇൻസെപ്ഷൻ മോഡ് എന്ന് പറഞ്ഞൊരു മോഡും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ ആപ്പിൻ്റെ ഫേസ് ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്, ഇതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മൂവ് ചെയ്യാനോ അതുപോലെ തന്നെ ഫോളോ മോഡായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. നമ്മൾ ഈ ഒരു ഗിംബലിൽ നമുക്ക് ഇതിൻ്റെ ആപ്പുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ആപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂടൂത്തിൽ ഞെക്കുമ്പോഴത്തേക്ക് മോസ മിനി എന്നുള്ള അതിൻ്റെ ഒരു ID വരും. അപ്പോൾ അതിൽ നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ ആപ്പും ഇപ്പോൾ ഓൾറെഡി നമുക്ക് ആപ്പും ഇതും തമ്മിൽ പെയർ ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ആക്ഷൻസ് നമുക്ക് അറിയാൻ പറ്റും. വെർട്ടിക്കലായാലും ഹൊറിസോണ്ടലായാലും എല്ലാ ആക്ഷൻസ് നമുക്ക് ഇതിനകത്ത് നോക്കാം. അതുപോലെ തന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസെഷൻ മോഡ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഫിലിംസൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെ ആ രീതിയിലുള്ള ഒരു മോഷൻസൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 260 ഗ്രാം ഭാരം വരെ നമുക്കുള്ള ഒരു ഫോൺ വരെ നമുക്ക് ഇതിനകത്ത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിതിൻ്റെ ഇത് നോക്കുകയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മോഷൻ കാര്യങ്ങളൊക്കെ ആയാലും ഇപ്പോൾ താഴോട്ടുള്ളയാലും മുകളിലോട്ടുള്ളയാലും ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഹൊറിസോണ്ടലായാലും വെർട്ടിക്കലായാലും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു സെൻസിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ ഒരു ജോയിൻസ്റ്റിക് ടൈപ്പുള്ള ഒരു കീയിലാണ് നമുക്കതൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നീട് നമുക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 3-4 മോഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ക്യാമറ മോഡ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്യാമറയുടെ ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് റെക്കോർഡിംഗ് ഓൺ ആയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് തന്നെ വീണ്ടും ഇത് പൗസ് ചെയ്യാൻ പറ്റും. റെക്കോർഡിംഗ് ഓഫായി. ദെൻ പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോൾ ഈ ഹൊറിസോണ്ടലായാലും വെർട്ടിക്കലായാലും മോഡ്സ് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഓപ്ഷനിൽ നിന്ന് അടുത്ത ഓപ്ഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇപ്പുറത്തൊരു സ്വിച്ച് വരും. അതൊന്ന് 2 വട്ടം ഒന്ന് സ്വിച്ച് ചെയ്ത് വിടുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു ഓപ്ഷനിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് സ്വിച്ച് ചെയ്ത് വിടുന്നത്. നമുക്ക് ഈ ഇതിനിൽ കാണുന്ന ഒരു ജോയിൻസ്റ്റിക് പോലത്തെ സ്വിച്ചിൽ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഒരു M എന്നുള്ളൊരു സ്വിച്ച് ഉണ്ട്. അത് നമുക്ക് ഓൾ ഫാസ്റ്റ് ഫോളോ മോഡാണ്. ഈ ഒരു മോഡലെന്ന് പറഞ്ഞാൽ നമുക്കൊരു 2 വട്ടം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗിംബൽ ഏത് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഷൂട്ടിൽ തന്നെ വീഡിയോഗ്രാഫിൽ നമുക്ക് കുറേ മോഡ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഷൂട്ടിൽ തന്നെ നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ മോഡ് അവൈലബിൾ ആണ്, ക്യാമറ അവൈലബിൾ ആണ്, ടേക്ക് പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടി ക്യാമറ അവൈലബിൾ ആണ്. പിന്നീട് നമുക്ക് വരുന്നത് ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫിയാണ്. അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, മോഷൻ ടൈം ലാപ്സ് വരുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈവൻ സ്കൈഡേ ഒക്കെ ആകുമ്പോൾ നമുക്കൊരു സ്ഥലത്ത് ലോക്ക് ചെയ്തതിന് ശേഷം അവിടുത്തെ ആ ഒരു മോഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നീടുള്ള സ്ലോ മോഷനാണ്. അപ്പോൾ ഇത്ര ഓപ്ഷൻസ് നമ്മുടെ ഷൂട്ടിംഗ് ഓപ്ഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നീട് നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ആൻറ്റി ഷേക്ക് മോഡാണ്. അത് ഇതിനകത്ത് തന്നെ നമുക്ക് എടുക്കുമ്പോൾ കുറച്ച് സ്റ്റെബിലൈസേഷൻ്റെ ഒരു മോഡാണ്. പിന്നീട് നെക്സ്റ്റ് വരുന്നത് ഫ്ലാഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പിരിറ്റ് ലെവൽ വരുന്നുണ്ട്. നമുക്ക് ഇത് ഗിംബൽ നമുക്ക് നല്ല രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്പിരിറ്റ് ലെവൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഷൂട്ടിംഗ് മോഡ് ഓൾറെഡി ഞാൻ കാണിച്ചു. നെക്സ്റ്റ് വരുന്നത് പറഞ്ഞാൽ പ്രൊഫഷണൽ മോഡാണ്. അപ്പോൾ കുറച്ച് നാൾ പ്രൊഫഷണലായിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കുന്നത് നമുക്ക് മാനുവലി തന്നെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മോഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗ്രിഡ് വെച്ചിട്ട് നമുക്ക് വീഡിയോസ് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നീട് നമുക്ക് ഇതിനകത്തൊരു ഫിൽറ്ററും അവൈലബിൾ ആണ്. ഫിൽറ്റർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് ഫിൽറ്റേഴ്സ് നിങ്ങൾക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിൽറ്റേഴ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നീട് ഫോക്കസ് മോഡുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് മൈക്കിൻ്റെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ലൈവ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഗിംബൽ തന്നെയാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മളിപ്പോൾ ഈ ഫോണിൽ സാധാരണ വീഡിയോ നമ്മൾ യൂസ് ചെയ്യാണ്. ഫോണിൽ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷൻ വരാറുണ്ട്.
ഫൈൻ. നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ നമുക്ക് ഫോക്കസ് നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അനങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഗ്രെയിൻസ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫോക്കസ് ഔട്ട് ആവാനുള്ള ചാൻസ്. പക്ഷേ നമ്മൾ ഗിംബലിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് അത് മാറത്തില്ല. ആ ഒരു ഒബ്ജക്റ്റിനെ ഫോളോ ചെയ്ത് അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു ബ്രൈറ്റ്നസ് ലെവലും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. Like a bird on a tree, I'm just sitting here. I got time, it's clear to see from up here. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ഫാബ്സോൺ വീൽസിൻ്റെ വക ഒരു ബിഗ് ഗുഡ് ബൈ.